ലോകമുറങ്ങി യോഗിയും തെല്ലുന്നുറങ്ങി. അകലയ പാതിര പക്ഷി പോലും ചിറകുമോതുക്കി ഉറക്കമായി. അകലയ പാതിര പക്ഷി പോലും ചിറകുമോതുക്കി ഉറക്കമായി. ലോകമുറങ്ങി. ഈ വീട്ടിൽ രണ്ടുപേർ മാത്രമാണ്. ആ വലിയ ബംഗ്ലാവിന്റെ പൂന്തോട്ടത്തിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെടുന്നു. വെള്ള വസ്ത്രം, സുന്ദരിയായ വസ്ത്രം. ആ സിമെന്റ് വെച്ചിൽ ആ രൂപങ്ങൾ അടുത്തു വരുന്നു. നികിത ആവശ്യപ്പെടുന്നു. ഇരിക്കും എല്ലാവർക്കും ഞാവിടെ നിന്നോളാം. ഇരിക്കണം എല്ലാവർക്കും ഞാവിടെ നിന്നോളാം. ഇരിക്കും നീത പേരിട്ടെന്നെ വിളിക്കൂ നീ, നേരിട്ടൊരു വിളി മതിയല്ലോ. എൻ പ്രിയ നികിത വിളിക്കൂ നീ, എൻ പ്രിയ നികിത വിളിക്കൂ നീ. പേരെടുത്ത് വിളിക്കാനാ പറഞ്ഞത്, എന്നെ പേരെടുത്ത് വിളിക്കാൻ. അതുവരെ കൊച്ചമ്മ എന്ന് വിളിക്കണം. വിളിക്കണം കൊച്ചമ്മ. നികിത അനീഷ്യ എന്ന് വിളിക്കും. കഴിയില്ല കൊച്ചമ്മ. കണ്ട കാലം വിളി കൊച്ചമ്മ എന്ന് വിളിച്ച് എനിക്ക് പേരെടുത്ത് കഴിയില്ല. കൊച്ചമ്മ കൊച്ചമ്മ വലിയമ്മ വിളിയടാ അനീഷ്യ എന്ന്. അനീഷ്യ, നികിത. ഈ പ്രപഞ്ചം മുഴുവൻ, ഈ പ്രപഞ്ചം മുഴുവൻ ആ കവിതാക്കളിൽ സൂര്യരശ്മി പതിപ്പിച്ചുകൊണ്ട് ആ നിലാവുള്ള രാത്രി അസ്തമിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് നികിത ആ വൃദ്ധന്റെ ഭാര്യയാണെന്ന് പറഞ്ഞേക്കാൾ ഭേദം മറ്റൊന്നായി കഴിഞ്ഞിരിക്കുന്നു. കാമുകിയാണിന്ന് അനീസ്യ നികേതൻ, കാമിനിയല്ലയാൾ വൃത്യനല്ല.